വെൽക്കം ടു മോൾ മാത്യൂസ് കിച്ചൺ ആൻഡ് ഗാർഡൻ. ഇന്ന് നമ്മളൊരു അടിപൊളി എരിശ്ശേരി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ചേനയും മത്തങ്ങയും വാഴയ്ക്കയും വൻപയറും എല്ലാം കൂടെ ചേർത്ത്. ചേന ഇവിടെ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴാണ് ചേന തണ്ട് വാടി പറിക്കുന്നത്. എന്തായാലും ചേന വലുതായിട്ടുണ്ടോന്നും അറിയത്തില്ല. എന്തായാലും ഓണമല്ലേ, നമുക്ക് ഒരെണ്ണം പറിച്ച് നോക്കാം. എരിശ്ശേരിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചേന മുറിച്ച് കഴുകി വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം കളയേണ്ടത് കൊണ്ട് വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട്. മത്തങ്ങ ഏകദേശം 1 കിലോ ഉണ്ട്. 2 വാഴയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. അധികം മൂക്കാത്ത നല്ല പിഞ്ച് വാഴയ്ക്കയാണ്. ഇതുപോലൊരു കപ്പിന് 1.5 കപ്പ് പയർ കുതിർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. എരിശ്ശേരിക്ക് തേങ്ങ ഇച്ചിരി കൂടുതൽ വേണം. 3-4 കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഏറെ വേണം. 5-8 കഷ്ണം എടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, ഉപ്പ്. ഈ കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ, കടുക്, ചെറുതായിട്ട് കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങ. ഇത് നല്ലതാണ്, നല്ലതായിട്ട് കടിക്കാൻ കിട്ടും എരിശ്ശേരിയിൽ. നല്ല മൂത്ത തേങ്ങയാണ് നല്ലത്. ചെറുള്ളി എടുത്തിട്ടുണ്ട്. തേങ്ങാരി കൊടുത്ത് 2 എണ്ണം അരയ്ക്കണം, ബാക്കി കടുക് പൊട്ടിക്കാൻ. വറ്റൽമുളക്, കറിവേപ്പില. മത്തങ്ങയിലേക്ക് വാഴയ്ക്കയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും, ഇത് വേകാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. എടുത്തു വച്ചിരുന്ന വെളുത്തുള്ളി, പച്ചമുളകും 1 സ്പൂൺ ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചു. അതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് അരച്ചെടുത്തു. തേങ്ങ അത്ര നല്ല വെണ്ണ പോലെ അരിയേണ്ട ആവശ്യമില്ല. മത്തങ്ങയും വാഴയ്ക്കയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് പയർ ചേർക്കാം. വേവിച്ച് വച്ചിരിക്കുന്ന ചേന ചേർക്കാം. തേങ്ങാ മിശ്രിതം ചേർക്കാം. എല്ലാം ഒന്ന് ഉടച്ചെടുക്കാം.
ഉപ്പ് പാകമാണോ നോക്കി ഉപ്പ് ചേർക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് താളിക്കാം. ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. തേങ്ങ കൂടി വറുക്കേണ്ടതുകൊണ്ട് ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ വേണേ. കടുക്, കറിവേപ്പില, ചെറുള്ളി, വറ്റൽമുളക് ചേർക്കാം. കൊത്തി വെച്ചിരിക്കാൻ തേങ്ങ. നല്ല മൂത്ത തേങ്ങ ഇങ്ങനെ ഇല്ലെങ്കിൽ ചിരണ്ടിയ തേങ്ങ ഇങ്ങനെ വറുത്തിട്ടാലും മതി. പക്ഷേ ഈ തേങ്ങാക്കൊത്ത് ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. തേങ്ങയൊക്കെ മൂത്ത് നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്. തീ കുറച്ച് വെച്ച് 2 സ്പൂൺ മുളക് പൊടി ചേർക്കാം. രണ്ട് സ്പൂണോ 2.5 സ്പൂണോ ചേർക്കാം എരിവിൻ്റെ പാകത്തിന്. കടുക് പൊട്ടിച്ച് നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ, ചേന, വാഴയ്ക്ക, പൊൻപയർ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ചേന ഇല്ലെങ്കിൽ മത്തങ്ങയും പയറും കൊണ്ട് തന്നെ എരിശ്ശേരി ഉണ്ടാക്കാം ഇതുപോലെ. അല്ലെങ്കിൽ മത്തങ്ങ മാത്രം കൊണ്ടും എരിശ്ശേരി ഉണ്ടാക്കാം. എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ എരിശ്ശേരി. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഉറപ്പായിട്ടും അറിയിക്കുക. Thank you so much for watching.